ഹലോ ഗൈസ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മൾ കാത്തുൻ്റെ ബർത്ത്ഡേക്ക് മുന്നുള്ള വീഡിയോ ആണ് കേട്ടോ. നമ്മൾ കാത്തുൻ്റെ ബർത്ത്ഡേക്ക് കുറച്ച് ഐറ്റംസ് പർച്ചേസ് ചെയ്യാൻ പോകുന്ന വീഡിയോ ആണ്. അതിനോടൊപ്പം കാത്തുൻ്റെ ബർത്ത്ഡേ വീഡിയോയും കൂടി ഇതിലുണ്ട്. അപ്പോൾ ഞാനും കാത്തും കൂടി 3 വീഡിയോയിലേക്ക് പോവുകയാണ്. ബസ്സിനാണ് നമ്മൾ പോകുന്നത്. വേറെ ഒന്നിനല്ല, കുറച്ച് ഐറ്റംസൊക്കെ പർച്ചേസ് ചെയ്യാനുണ്ട്. കാത്തുൻ്റെ സ്കൂളിൽ മിഠായി കൊടുക്കാൻ പറ്റില്ല, അപ്പോൾ കുറച്ച് പെൻസിൽ വാങ്ങിക്കണം. പിന്നെ ബർത്ത്ഡേക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ കുറച്ച് ഐറ്റംസൊക്കെ മേടിക്കണം. നമ്മൾ ഉണ്ണീനെ വീട്ടിലാക്കിയിട്ടാണ് പോകുന്നത്. മൂന്നുടിയിലുള്ള സീസണിലാണ് കേട്ടോ നമ്മൾ പോകുന്നത്. ഞങ്ങൾ എല്ലാ സാധനങ്ങളും സീസണിൽ തന്നെയാണ് വാങ്ങിക്കാറ്. എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട് കേട്ടോ. ഒരുപാട് സെലക്ഷനും ഉണ്ട് ഇവിടെ. എല്ലാ സാധനങ്ങളുടെയും ഒരു വിശാലമായ ഷോറൂമാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഫാൻസി ഐറ്റംസ് ആയാലും ഡെക്കറേഷൻ ഐറ്റംസ് ആയാലും ടൈലറിങ് ഐറ്റംസ് ആയാലും അങ്ങനെ A to Z സാധനങ്ങൾ നമുക്ക് സീസണിൽ നിന്ന് കിട്ടും. നമുക്ക് അവിടെ നിന്ന് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ച് പെൻസിലും കുറച്ച് ഡെക്കറേഷൻ ഐറ്റംസൊക്കെ വാങ്ങിച്ച് നമ്മൾ പോന്നു. നേരെ ഒരു ബേക്കറിയിലേക്ക് കയറി. അവിടെ ചെന്ന് കാത്തുന് പീസ് കേക്ക് വേണമെന്ന് പറഞ്ഞു. പീസ് കേക്ക് വാങ്ങിച്ചു. പിന്നെ ഒരു പിസ്ത ഷേക്ക് വാങ്ങിച്ചു. കാത്തുൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ ഷേക്ക്. ആദ്യം സ്ട്രോബെറി മാത്രം കുടിക്കുള്ളായിരുന്നു. ഇപ്പോൾ അത് മാറ്റി പിസ്തേമൽക്ക് ആയിട്ടുണ്ട്. പിന്നെ ഞാനൊരു പപ്സ് വാങ്ങിച്ചു. അപ്പോൾ അവൾക്കും വേണമെന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ ഷെയർ അവൾക്കും കൊടുത്തു. അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടി ഷെയർ ചെയ്തൊക്കെ കഴിച്ചു. പപ്സും ഷേക്കും പിന്നെ ഒരു പീസ് കേക്കൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോന്നു. പിന്നെ നമ്മളുടെ പിറ്റേ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. ബർത്ത്ഡേ തന്ന് രാവിലെ തന്നെ കാത്തു അമ്പലത്തിൽ പോവാണ്. നമ്മളുടെ അടുത്ത് തന്നെയുള്ളൊരു അമ്പലത്തിലാണ് നമ്മൾ പോകുന്നത്. ഒരു അയ്യപ്പ ക്ഷേത്രമാണ്. കടലിനോട് ചേർന്നാണ് കേട്ടോ ആ അയ്യപ്പ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഭയങ്കര ഭംഗിയാണ് അവിടുത്തെ അറ്റ്മോസ്ഫിയറൊക്കെ കാണാനായിട്ട്. അയ്യപ്പനാണ് പ്രതിഷ്ഠ. ചുറ്റമ്പലങ്ങളൊന്നുമില്ല കേട്ടോ. അയ്യപ്പൻ്റെ ഒറ്റ അമ്പലം മാത്രമേ ഉള്ളൂ. ചുറ്റമ്പലങ്ങളൊന്നുമില്ല എന്നുള്ളത് ഈ ഒരു അമ്പലത്തിൻ്റെ പ്രത്യേകതയാണ്. അവിടെ ചെന്ന് നമ്മൾ വഴിപാടൊക്കെ കഴിപ്പിച്ചു. എള്ളുതിരിയൊക്കെ കത്തിച്ചു. ഇന്ന് കാത്തുവിൻ്റെ നക്ഷത്രമല്ല, ഡേറ്റാണ്. പക്ഷെ നമ്മൾ അന്ന് തന്നെ അമ്പലത്തിൽ ദിവസപൂജയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ പ്രധാന വഴിപാടായ എള്ളുതിരിയൊക്കെ കത്തിച്ചു. എള്ളുതിരി കത്തിക്കുകയാണ് കേട്ടോ കാത്തു. 5 പ്രാവശ്യം അമ്പലത്തിനെ പ്രദക്ഷിണം ചെയ്തിട്ട് എള്ളുതിരി നമ്മൾ തട്ടിൽ കൊണ്ട് വയ്ക്കുന്നു. അങ്ങനെ നേരെ തിരിച്ച് വീട്ടിലേക്ക് എത്തി അടുത്ത പ്രിപ്പറേഷനിലേക്ക് കടന്നിട്ടുണ്ട്. പായസം വയ്ക്കുന്നുണ്ട് കേട്ടോ. സദ്യ ഒന്നും നമ്മൾ ചെയ്തില്ല. പായസം ഉണ്ടാക്കി. നമ്മൾ നിറബറയുടെ ഇൻസ്റ്റൻറ്റ് പാലട മിക്സ് കൊണ്ടാണ് പായസം ഉണ്ടാക്കിയത്. 2 പാക്കറ്റ് പാൽ വാങ്ങിച്ചു. പൊട്ടിച്ച് ഒഴിക്കുന്നു. ഈ മിക്സ് ഇടുന്നു, ഇളക്കുന്നു, നെയ്യ് ഒഴിക്കുന്നു, അത്ര തന്നെ. പക്ഷെ നമ്മളുടെ സദ്യ പായസത്തിൻ്റെ ടേസ്റ്റ് ഒന്നും ഇല്ല കേട്ടോ. അട എന്തോ ഒരു ടേസ്റ്റ് ഇല്ലാത്ത അട പോലെ തോന്നി. കുറച്ച് ഹോർലിക്സ് ഇട്ടു. പിന്നെ ലാസ്റ്റ് നെയ്യ് ഒഴിച്ചിങ്ങോട്ട് ഇറക്കിയിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ നേരെ ഡെക്കറേഷൻ പരിപാടിയിലേക്കൊക്കെ കടന്നിട്ടുണ്ട്. ഒരു ചെറുതായൊരു ഡെക്കറേഷനൊക്കെ ചെയ്ത് നമ്മളൊന്ന് സെലിബ്രേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതാണ് നമ്മുടെ ഡെക്കറേഷൻ്റെ ലാസ്റ്റ് ലുക്ക്. എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യണേ. അത് കഴിഞ്ഞപ്പോൾ നമ്മളുടെ കേക്ക് എത്തിയിട്ടുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്താണ് കേട്ടോ നമ്മൾ കേക്ക് ഉണ്ടാക്കിക്കാറ്. ഹോം മെയ്ഡ് കേക്കാണ്. നല്ല ടേസ്റ്റാണ്. ഞങ്ങൾ 2 ആളുടെ ബർത്ത്ഡേക്കും എല്ലാത്തിനും കേക്ക് അവിടെ നിന്ന് തന്നെ ഓർഡർ ചെയ്യാറ്. എൻ്റെ കൂടെ പഠിച്ചൊരു കുട്ടിയാണ് നമുക്ക് കേക്ക് ചെയ്ത് തരുന്നത്. അത് കഴിഞ്ഞപ്പോൾ കേക്ക് മുറിയിലേക്ക് കടന്നിട്ടുണ്ട്. കേക്കൊക്കെ മുറിച്ചു. എല്ലാവരും വായിൽ വെച്ച് കൊടുക്കുന്നു, അങ്ങോട്ട് വെച്ച് കൊടുക്കുന്നു, ഇങ്ങോട്ട് വെച്ച് കൊടുക്കുന്നു. ആ വക പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ഫുഡ് അടിയിലേക്ക് കടന്നിട്ടുണ്ട്. അൽഫാം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അൽഫാമായിരുന്നു അപ്പോൾ ഇന്ന് ബർത്ത്ഡേ സ്പെഷ്യലായിട്ട്. അപ്പോൾ അതൊക്കെ കഴിച്ചു. ഇതാണ് നമ്മളെ കാത്തുവിൻ്റെ ഔട്ട്ഫിറ്റ് കേട്ടോ. എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.